ബാധ ഒഴിഞ്ഞില്ലെന്നാരോപിച്ച് പൂജ നടത്തിയ ആൾക്ക് മർദ്ദനമേറ്റു. പാലക്കാട്ടാണ് ഈ സംഭവം. പാലക്കാട്ടെ വീഴുമല ക്ഷേത്രത്തിലെ പൂജാരിക്കാണ് മർദ്ദനമേറ്റത്. 3 പേരെ ആലത്തൂർ പോലീസ് കസ്റ്റഡിയിലെടുത്തു എന്നാണ് അവിടെ നിന്ന് വരുന്ന വിവരം. ഗോകുൽ VS ചേരുന്നുണ്ട്. ഗോകുൽ, ഈ ബാധ ഒഴിഞ്ഞില്ല എന്നാരോപിച്ച് പൂജ നടത്തിയ ആൾക്ക് മർദ്ദനമേറ്റ സമയം പല സിനിമാ കഥകളും പോലെ അത്തരം രംഗങ്ങളൊക്കെ നമ്മുടെ മനസ്സിലേക്ക് വരും. എന്താണ് സംഭവിച്ചത്? ഈ രജിൻ ബിബിൻ പരമൻ ഇവരുടെ 3 പേരുടെയും ബന്ധുവിന് മാനസികമായ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അതിനെ തുടർന്നാണ് ഈ പൂജാരിയെ സമീപിച്ചത്. പക്ഷേ ഇവർ ചികിത്സ നൽകുന്നതിന് പകരം ഇത് ബാധ ഒഴിയാണ്, അത് ഒഴിപ്പിച്ചു തരാമെന്ന് പറഞ്ഞാണ് വിഴുമല ക്ഷേത്രത്തിലെ പൂജാരി സുരേഷ് പൂജ നടത്തിയത്. പക്ഷെ എന്നാൽ ഈ പെൺകുട്ടിയുടെ ഇത്തരത്തിലുള്ള മാനസിക പ്രശ്നങ്ങൾ മാറിയില്ല. സ്വാഭാവികമായും ബന്ധുക്കൾ അത് മാറാതെ വന്നതോടുകൂടി തന്നെ ഇയാളുടെ ആശ്രമത്തിലേക്ക് വരികയും അത് ചോദിക്കുകയും ചെയ്തു. ഇരുവർക്കുമിടയിൽ തർക്കമുണ്ടായി. അങ്ങനെയാണ് ഈ മർദ്ദനത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയത്. അതിനെ തുടർന്നാണ് രജിൻ ബിബിൻ പരമൻ എന്നിവരെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. അതേസമയം തന്നെ ഇവർ 3 പേരും ഈ പൂജാരിക്കെതിരെയും പരാതി നൽകിയിട്ടുണ്ട്. അതിലും അന്വേഷണം നടത്തി കേസെടുത്ത് ആ പൂജാരിയെയും അറസ്റ്റ് ചെയ്യും എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കിയത്. ശരി, ഗോകുൽ VS ആണ് ആ വിവരങ്ങൾ നൽകുന്നത്. കേൾക്കുമ്പോൾ കൗതുകകരമാണ്, അതേസമയം തന്നെ ഒരു അക്രമ വാർത്തയുമാണ്. ബാധ ഒഴിഞ്ഞില്ല എന്നാരോപിച്ചാണ് പൂജ നടത്തിയ ആൾക്ക് മർദ്ദനമേറ്റത്. പാലക്കാട്ടെ വീഴുമല ക്ഷേത്രത്തിലെ പൂജാരിക്കാണ് മർദ്ദനമേറ്റത്. ഗോകുലി, ആലത്തൂർ പോലീസ് കേസെടുത്ത് ഇവരെ കസ്റ്റഡിയിൽ എടുത്തിട്ടുമുണ്ടല്ലോ. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് മറ്റ് ആളുകൾ ഏതെങ്കിലും തരത്തിൽ പ്രതികരണങ്ങൾ നടത്തുന്നുണ്ടോ? ഇപ്പോൾ ബന്ധുക്കൾ അല്ലെങ്കിൽ നാട്ടുകാർ ഇത്തരം സംഭവങ്ങൾ അവിടെ തുടർച്ചയായി നടക്കാറുണ്ടോ? ചികിത്സയ്ക്ക് പകരം പൂജ നടത്തിയാൽ മതി എന്നൊരു ശീലമുണ്ടോ? തീർച്ചയായും അത്തരത്തിലുള്ള പൂജകൾ നടത്താറുണ്ട്, അല്ലെങ്കിൽ ഈ സ്വാമി നടത്താറുണ്ട് എന്നുള്ളതാണ് കാക്കുന്നത്. പക്ഷെ അത് എത്തരത്തിലുള്ള കാര്യങ്ങളാണ് തുടങ്ങിയ കാര്യങ്ങളും ഇതിനോടൊപ്പം തന്നെ അന്വേഷിക്കുന്നുമുണ്ട്. സ്വാഭാവികമായും ഇത്തരത്തിൽ മാനസിക പ്രശ്നമുണ്ടെങ്കിൽ ചികിത്സ നൽകാൻ ഉപദേശിക്കുകയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഇതിൽ ചെയ്യേണ്ടത് എന്നുള്ളൊരു കാര്യം പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. അത് ഉണ്ടായിട്ടില്ല. അത്തരത്തിൽ ശാസ്ത്രീയമായ സമീപനം ഇവിടെ ഉണ്ടായിട്ടില്ല. ഈ കാര്യത്തിലടക്കം പോലീസ് അന്വേഷിക്കും എന്നുള്ളതാണ് വ്യക്തമാക്കിയത്. പക്ഷേ ഏത് തരത്തിലാണ് പൂജ കാര്യങ്ങൾ കൂടി പരിശോധിക്കണം. അത് നിയമവിരുദ്ധ കാര്യമെങ്കിൽ അതുകൂടി പരിശോധിക്കും എന്നുള്ളതും ആലത്തൂർ പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. ശരി, ഗോകുൽ VS ആണ് വിവരങ്ങൾ നൽകിയത്.